ഇഷാൻ ദേവിന്റെ കൊച്ചു സമ്പാദ്യവും ദുരിതാശ്വാസ നിധിയിലേക്ക്. അടിമാലി 14 മൈൽ ചിക്കേമുറി വീട്ടിൽ സൂര്യ രാഹുൽ ദമ്പതികളുടെ മകൻ ഇഷാൻ ദേവാണ് തന്റെ കുടുക്കയിലെ സമ്പാദ്യം വയനാടിന് സഹായമായി നൽകിയത്. ഇഷാൻ ദേവിന്റെ കൊച്ചു മനസ്സ് കണ്ട ഇഷാന്റെ മുത്തശ്ശിയും തന്റെ വിധവ പെൻഷൻ തുക ദുരിതാശ്വാസ നിധിക്ക് നൽകി. അടിമാലി വിശുദ്ധിപ്തി സ്കൂളിൽ വെച്ച് ഇഷാൻ ദേവിന്റെ സമ്പാദ്യം ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജയ്ക്ക് കൈമാറി. ഇഷാൻ ദേവിന്റെ കൊച്ചു സമ്പാദ്യവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. അടിമാലി 14 മൈൽ ചിക്കേമുറി വീട്ടിൽ സൂര്യ രാഹുൽ ദമ്പതികളുടെ മൂത്ത മകനായ 7 വയസ്സുള്ള ഇഷാൻ ദേവാണ് തന്റെ കുടുക്കയിലെ കൊച്ചു സമ്പാദ്യം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. വയനാടിലെ മഹാദുരന്തം സംബന്ധിച്ച വാർത്തകൾ കണ്ട കൊച്ചു മനസ്സ് തന്റെ കുടുക്കയിലെ സമ്പാദ്യവും വയനാടിന് നൽകണമെന്ന് മുത്തശ്ശിയോട് ആവശ്യപ്പെട്ടു. ഇഷാൻ ദേവ് 1 വയസ്സ് മുതൽ സ്വരൂപിച്ചുകൂട്ടിയ തന്റെ കുടുക്കയിലെ കൊച്ചു സമ്പാദ്യം അങ്ങനെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാൻ തീരുമാനിച്ചു. അടിമാലി വിശുദ്ധിപ്തി സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇഷാൻ ദേവ്. സ്കൂളിൽ വെച്ച് ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ ഇഷാൻ ദേവിന്റെ കുടുക്കയിലെ സമ്പാദ്യം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി ഏറ്റുവാങ്ങി. അതോടൊപ്പം അടിമാലി വിശുദ്ധിപ്തി സ്കൂളിലെ UKG വിദ്യാർത്ഥിയായ ശ്രീനന്ദ ശ്രീകുട്ടന്റെ കുടുക്കയിലെ സമ്പാദ്യവും MLA ഏറ്റുവാങ്ങി. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനായി തങ്ങളുടെ കുടുക്കയിലെ സമ്പാദ്യം നൽകിയ 2 കുട്ടികളോടും MLA നന്ദി പറയുകയും മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന പ്രവൃത്തിയാണ് 2 കുട്ടികളും ചെയ്തിരിക്കുന്നതെന്നും MLA പറഞ്ഞു. കണക്ക് പോലും നമ്മുടെ കയ്യിൽ കൃത്യമായില്ല. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പെട്ടിമുടി ദുരന്തമുണ്ടായിട്ട് 4 വർഷം പൂർത്തിയാക്കേണ്ട അതിൻ്റെ ദിവസം കൂടുതലാണ്. ആ ദിവസത്തിൽ 2 പേരും ആ ദുരിതബാധിതരായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ഈ നല്ല മനസ്സിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി അവരെ പ്രോത്സാഹനവും അവർക്ക് നന്ദിയും കൊടുക്കാൻ അറിയിച്ചു. അതോടൊപ്പം തന്നെ വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുവാനുള്ള ഇഷാൻ ദേവിന്റെ കൊച്ചു മനസ്സ് കണ്ട മുത്തശ്ശി തന്റെ 1 മാസത്തെ വിധവാ പെൻഷനും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഇഷാൻ ദേവാണ് പ്രചോദനമായതെന്നും മുത്തശ്ശി പറഞ്ഞു. കഴിഞ്ഞ ഒരു വയസ്സായപ്പോൾ തുടങ്ങി അവൻ സൂക്ഷിക്കുന്നതാണ്. നല്ല പൈസ ഇങ്ങനെ സമ്പാദിക്കുന്ന ഒരു ശീലം. അങ്ങനെ ഇട്ടാൻ കണ്ടു തുടങ്ങിയപ്പോൾ നമ്മൾ കിട്ടുന്ന ചില്ലറയെല്ലാം അവൻ്റെ കൊടുക്കും. അങ്ങനെ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നും എൻ്റെ ബാഗിൽ നിന്നും ഒക്കെ എടുത്ത് അവൻ സൂക്ഷിക്കാൻ തുടങ്ങി. ഇപ്പം ഇന്നലെ TV കണ്ടപ്പോൾ TV-യിൽ ഇതുപോലൊരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അത് അവർക്ക് കൊടുക്കാൻ എൻ്റെ പൈസയും കൊടുക്കാമെന്ന് പറഞ്ഞ കാരണം ഞാനും ആലോചിച്ചു, അത് ശരിയാണ്, കൊച്ചിന് തോന്നിയ മനസ്സ് എനിക്ക് എന്തുകൊണ്ട് തോന്നിയില്ല എന്ന്. അപ്പോൾ ഞാനും എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ഓർത്ത് എൻ്റെ 1 മാസത്തെ പെൻഷൻ്റെ പൈസ കൊടുക്കാമെന്ന് വിചാരിച്ചു. കൊച്ചുകുട്ടികളുടെ തിരിച്ചറിവ് ഓരോരുത്തർക്കും പ്രചോദനമാണെന്നും സ്കൂൾ അധികൃതരും പറഞ്ഞു. സ്കൂളിൽ വെച്ച് ചേർന്ന അസംബ്ലിയിൽ വെച്ചാണ് ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജയ്ക്ക് കുട്ടികൾ നൽകിയ തുക കൈമാറിയത്. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ്, ഫാദർ ജിയോ, മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് തുക കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.